PCR. PCR ഫുൾ ഫോം അറിയാലോ? അറിയാമോ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതെന്തിനാ ചെയ്യുന്നതെന്നറിയോ? DNA കട്ട് ചെയ്യാനല്ല, ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ്. ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA. ഓക്കെ, ഇങ്ങനെ ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് എന്ന് പറയാതെ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ ടേം ആണ് ആംപ്ലിഫിക്കേഷൻ. എന്താ പറയാ? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് പറയും. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ്. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ട റിക്വയർമെന്റ്സ് ആദ്യം പഠിക്കാം. റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം? ഇത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് DNA ആണല്ലോ, അതായത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊരു ഒറിജിനൽ DNA ആണ്. ഒറിജിനലിന്റെ കോപ്പി അല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ ഒറിജിനൽ നമ്മൾ ടെംപ്ലേറ്റ് DNA എന്ന് പറയും. ടെംപ്ലേറ്റ് DNA. ഓക്കെ, ടെംപ്ലേറ്റ് DNA വേണം. രണ്ടാമതായിട്ട് നമുക്ക് പ്രൈമേഴ്സ് വേണം. പ്രൈമേഴ്സ്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് DNA പോളിമറൈസ് എൻസൈം. നാലാമതായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ്. ഇങ്ങനെ 4 റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, ടെംപ്ലേറ്റ് DNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ടെംപ്ലേറ്റ് DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുക്കേണ്ട ഒറിജിനൽ DNA. നമ്മളിപ്പോ DNA-യിൽ, അതായത് DNA-യിൽ നിന്നൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കട്ട് ചെയ്തെടുത്തല്ലോ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണത്. അതിന്റെ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് ഒറിജിനൽ DNA, ടെംപ്ലേറ്റ് DNA. ഇനി നമുക്ക് ചെറിയ പ്രൈമേഴ്സ് വേണം. പ്രൈമർ എന്താന്ന് ഞാനിവിടെ എഴുതാം. പ്രൈമർ എന്ന് പറഞ്ഞാൽ അറിയോ? പ്രൈമർ ഡെഫിനിഷൻ അറിയോ? കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണ് എന്ത്? നമ്മൾ കെമിക്കലി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഒളിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീക്വൻസസ് ആണ്. അതിങ്ങനെയായിരിക്കും. നോക്കിയതാ, ഇതുപോലെ ഒരു 6 to 11 വരെ, ഒരു 5-6 നൈട്രജൻ ബേസ് മാത്രം ലെങ്ത് ഉള്ള സാധനം. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് എന്ത്? പ്രൈമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ DNA പോളിമറൈസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പോളിമറൈസേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന എൻസൈം. ഓക്കെ, എന്താണ് പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പോകെ പറഞ്ഞുതരാം. ഓക്കെ, ഈ പോളിമർ എന്ന് പറഞ്ഞാൽ അറിയാലോ? ചെയിൻ, അതായത് ഒരുപാട് മോണോമർ ചേർന്ന സാധനമാണ് പോളിമർ. ഓക്കെ, ഇപ്പൊ പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ് ഒരു മോണോമർ ആണ്. അമിനോ ആസിഡ് ഇങ്ങനെ കുറെ അമിനോ ആസിഡ് ചേർന്നുണ്ടാവുന്ന പോളിമർ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അറിയാലോ? അതുപോലെ തന്നെ ഡിഎൻഎയുടെ മോണോമർ എന്താ? ന്യൂക്ലിയോടൈഡുകളാണ്. ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതി വെച്ചാൽ കണ്ടോ? ആ സാധനങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കുന്ന ആളാണ് DNA പോളിമറൈസ് എൻസൈം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പോളിമറൈസ് ചെയ്യുന്ന ആളാണ് DNA പോളിമറൈസ് എൻസൈം. ഓക്കെ, ഇനി DNA പോളിമറൈസ് എൻസൈം കിട്ടിയ സ്ഥിതിക്ക് ഡിയോക്സി ന്യൂക്ലിയോടൈഡ് പറഞ്ഞു. ഈ സാധനങ്ങളാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അറിയാലോ? ഇങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് DNA ഉണ്ടാവുന്നത്. അതും അറിയാലോ? ഓക്കെ, ഇനി ഓരോ ന്യൂക്ലിയോടൈഡിലും ഓരോ നൈട്രജൻ ബേസ് ഉണ്ടാവും അറിയാലോ? ഏതൊക്കെയാണ് ന്യൂക്ലിയോടൈഡിന്റെ ഭാഗങ്ങൾ? ഇതൊരു ഷുഗർ ആണ്. 5th കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും അറിയാം. ഇവിടെയായിട്ട് നൈട്രജൻ ബേസ് ഉണ്ടാവും അറിയാം. ആണല്ലോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് PCR റിക്വയർമെന്റ്സ്? ടെംപ്ലേറ്റ് DNA വേണം, പ്രൈമേഴ്സ് വേണം, DNA പോളിമറൈസ് എൻസൈം വേണം, ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ് വേണം. ഇത്രയാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോസസ്സ് പറയാം. 3 സ്റ്റെപ്പ് ഉണ്ട്. ഈ PCR-ന് 3 സ്റ്റെപ്സ് ഉണ്ട്. PCR-ന്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേതാണ് ഡിനാച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഡിനാച്ചുറേഷൻ 3 സ്റ്റെപ്പ് ഉറപ്പായിട്ടും ചോദിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ, ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണിത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഏത് DNA ആണോ കോപ്പി എടുക്കേണ്ടത് ആ DNA, ഇതാണ് ആ DNA, ടെംപ്ലേറ്റ് DNA എന്ന് പറയും. ഓക്കെ, ഇതാണ് ടെംപ്ലേറ്റ് DNA. ഈ ടെംപ്ലേറ്റ് DNA ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ നടുക്ക് കാണുന്നത് നൈട്രജൻ ബേസ് പെയറുകളാണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. ലൈക്ക് ഒരു 94 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ കൊടുക്കും. ഓക്കെ, ഇത്രയും ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ നടുക്കുള്ള നൈട്രജൻ ബേസ് പെയറുകൾ കണ്ടില്ലേ? നൈട്രജൻ ബേസ് പെയറുകൾ കണ്ടോ? ഏതാ നൈട്രജൻ ബേസ് പെയർ? ഈ സാധനങ്ങളൊക്കെയാണ് നൈട്രജൻ ബേസ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവും. ഈ നടുക്കുള്ള നൈട്രജൻ ബേസിന്റെ ഇടയ്ക്ക് വരുന്ന ബോണ്ട്, 2 നൈട്രജൻ ബേസിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണെന്ന് അറിയാലോ? ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ ഇങ്ങനെ ബ്രേക്ക് ആവും. ഓക്കെ, അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഈ 2 സ്ട്രാൻഡുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറും.
അങ്ങനെ രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ഡിനാച്ചുറേഷൻ. മനസ്സിലായോ? അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡിനാച്ചുറേഷൻ എന്ന് പറയുന്നത്. അത് കിട്ടി. ഓക്കെ, ഇനി അതിനുശേഷം എന്താ സംഭവിക്കാന്ന് പറഞ്ഞുതരാം. എന്താ, ഈ രണ്ട് സ്ട്രാൻഡിലോട്ട് പ്രൈമറുകൾ ആഡ് ആവും. എന്താ ആഡ് ആവും? പ്രൈമർ ആഡ് ആവും. ഈ DNA യുടെ പൊളാരിറ്റിനെ പറ്റി അറിയാലോ. DNA ഒരു പൊളാരിറ്റി ഉണ്ട്. ഇപ്പൊ ഇത് 5' ആണെങ്കിൽ ഇത് അതിന്റെ 3' ആയിരിക്കും. ഇത് 3'ഉം ഇത് 5' ആയിരിക്കും. രണ്ട് സ്ട്രാൻഡുകളും ആന്റി പാരലൽ പൊളാരിറ്റിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 5' ആണ്, ഇത് 3' ആണ്, ഇത് 5' ആണ്, ഇത് 3' ആണ്. ഓക്കെ, ഇനി പ്രൈമറുകളുടെ വരവാണ്. ആരുടെ വരവാണ്? പ്രൈമറിന്റെ വരവാണ്. ഓക്കെ, ഈ പ്രൈമർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈമർ നമ്മുടെ ഈ രണ്ട് സിംഗിൾ സ്റ്റാൻഡില്ലേ, സിംഗിൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡുകളില്ലേ, ഈ രണ്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ 3' എൻഡിലായിട്ട് ബൈൻഡ് ചെയ്യും. എവിടെ ബൈൻഡ് ചെയ്യുക? 3' എൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ഞാൻ കാണിച്ചാൽ ഇവിടെ ആയിട്ട് ഇത് പ്രൈമർ വന്നിട്ട് ഇവിടെ ആയിട്ട് ബൈൻഡ് ചെയ്യും. കണ്ടോ? ഓക്കെ, താഴെയും 3'ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യും. പ്രൈമർ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇത് പ്രൈമറിന്റെ 5' എൻഡ് ആണ്, ആണല്ലോ. ഇത് പ്രൈമറിന്റെ 3' എൻഡ് ആണ്. അതും സംശയമൊന്നുമില്ലല്ലോ. ഇത് പ്രൈമറിന്റെ 5' എൻഡ് ആണ്, ഇത് പ്രൈമറിന്റെ 3' എൻഡ് ആണ്. അതും ഓക്കെയാണ്, ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ പ്രൈമർ വന്ന് ഒട്ടുന്ന, പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുന്ന, കോംപ്ലിമെന്ററി പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൈമർ അനീലിംഗ് അല്ലെങ്കിൽ അനീലിംഗ് എന്ന് പറയും. ഓക്കെ, അനീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബൈൻഡ് ചെയ്യാൻ തന്നെയാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? പ്രൈമർ അനീലിംഗ് ഓർ അനീലിംഗ് എന്ന് പറയും. അപ്പൊ രണ്ട് സ്റ്റെപ്പ് ആയില്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇതാ DNA രണ്ടാൾക്കാരുടെ ഫംഗ്ഷൻ ഇനിയാണ് വരാൻ പോകുന്നത്. ഒരാൾ DNA പോളിമറൈസ് എൻസൈം ആണ്. DNA പോളിമറൈസ് എൻസൈം വരും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഡിയോക്സി ന്യൂക്ലിയോടൈഡുകളാണ്. ഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ, ഈ രണ്ടുപേരുടെ റോളാണ് ഇനി കാണാൻ പോണേ. ഓക്കെ, ഇവിടെ വന്നത് പ്രൈമറിന്റെ വരവാണ്. പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്തതാണ് അനീലിംഗ്. ഇനി DNA പോളിമറൈസിന്റെ ഡിയോക്സി ന്യൂക്ലിയോടൈഡിന്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് DNA പോളിമറൈസ് എൻസൈം വരും. സപ്പോസ് ഇതാണ് DNA പോളിമറൈസ് എൻസൈം എന്ന് വിചാരിക്കുക. ഇത് DNA പോളിമറൈസ് എൻസൈമുകളാണെന്ന് വിചാരിക്കുക. ഈ DNA പോളിമറൈസ് എൻസൈം ആദ്യം വന്നിട്ട് ഈ പ്രൈമറിന്റെ 3' എൻഡിൽ ബൈൻഡ് ചെയ്യും. എവിടെ ബൈൻഡ് ചെയ്യാം? 3' എൻഡിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇത് വന്നിട്ട് ഈ പ്രൈമറിന്റെ 3' എൻഡിൽ ബൈൻഡ് ചെയ്യും. കണ്ടോ? ഓക്കെ, ഇനി പ്രൈമർ എന്താ ചെയ്യാന്നറിയോ? പ്രൈമർ കൂടെ തന്നെ ഒരുപാട് മറ്റേ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ ഉള്ളത്? ഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ? ഒരുപാട് ഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഡിയോക്സി ന്യൂക്ലിയോടൈഡുകൾ ഇവിടെ കുറെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പ്രൈമർ വന്നിട്ട് നോക്കിയേ, ഈ പ്രൈമർ ഇവിടെ കാണുന്ന നൈട്രജൻ ബേസ് ഏതാന്ന് വായിക്കും. കണ്ടോ? ഓക്കെ, അങ്ങനെ വായിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഇപ്പൊ തൈമിനാണെന്ന് വിചാരിക്കും. ഓക്കെ, മനസ്സിലായില്ല? ഒന്നുകൂടെ പറയണം. എന്താ മനസ്സിലായേ? പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ പ്രൈമർ വന്ന് എപ്പോഴോ ബൈൻഡ് ചെയ്തു. പ്രൈമറിന്റെ 3'ലും DNA പോളിമറേസ് ഒന്ന് ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി പറഞ്ഞുതരാം. DNA പോളിമറേസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ 3' എൻഡിലോട്ട് പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 3'ലോട്ട് പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിട്ട് ഇതിനെങ്ങനെ നീട്ടി കൊണ്ടുവരണം, അതാണ് ആളുടെ പരിപാടി. മനസ്സിലായി? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ട് DNA പോളിമറൈസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ മറ്റേ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഇതിൽ മോളിക്കുലർ ബേസിസിൽ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്നത് 3' എൻഡിലോട്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഇങ്ങോട്ട് 5' എൻഡിലോട്ട് പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആഡ് ചെയ്യുന്നത് 3' എൻഡിലോട്ട് മാത്രമായിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനാണ് ഇവിടെ 3' എൻഡ് ഫ്രീ ആക്കി വെക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതാ നമ്മുടെ ആള് DNA പോളിമറൈസ് ഇവിടെ വന്നു. DNA പോളിമറൈസ് തൊട്ടപ്പുറത്തുള്ള ഈ നൈട്രജൻ ബേസ് വായിച്ചു. അവിടെ അഡിനിനാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അഡിന്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? തൈമിൻ വരണം. അപ്പൊ തൈമിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഡിയോക്സി ന്യൂക്ലിയോടൈഡിനെ അവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. ആര്? പോളിമറൈസ്. അതെ, വെരി ഗുഡ്. എന്നിട്ട് പോളിമറൈസ് എന്ത് ചെയ്യുന്നറിയോ? പോളിമറൈസ് അവിടെ നിന്ന് നീങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. കണ്ടോ? എന്നിട്ട് പോളിമറൈസ് എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തുള്ളത് വായിക്കും. തൊട്ടപ്പുറത്ത് ഗ്വാനിനാന്ന് വിചാരിക്കും. ഓപ്പോസിറ്റ് എന്ത് വരണം? സൈറ്റോസിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡ് അവിടെ വെച്ച് കൊടുക്കും. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് നമ്മുടെ ആൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നീങ്ങും. കണ്ടോ? എന്നിട്ട് തൊട്ടപ്പുറത്തുള്ളത് വായിക്കും. ഓക്കെ, അവിടെ സപ്പോസ് തൈമിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വരണം? അഡിനിൻ വരണം. അപ്പൊ അഡിനിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് അവിടെ വെച്ച് കൊടുക്കും. മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ ആൾ എന്ത് ചെയ്യും? നമ്മുടെ പോളിമറൈസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് നീങ്ങും. കണ്ടോ? അങ്ങനെ നീങ്ങി ഈ തല വരെ ആൾ എന്ത് ചെയ്യും? കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ് വെച്ച് കൊടുത്ത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരും. മനസ്സിലായോ? ഇതേപോലെ തന്നെ എവിടെ സംഭവിക്കാൻ പോണത്? താഴത്തേൽ സംഭവിക്കാൻ പോണത്. ഓക്കെ, അവിടെ പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പ്രൈമറിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. മനസ്സിലായോ? ആ തല വരെ എത്തിച്ചു. പ്രൈമർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനെ ഷോർട്ട് ആയിട്ട് ഇതിനെ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ആണല്ലോ, പ്രൈമർ എക്സ്റ്റൻഷൻ. ഇപ്പൊ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എത്ര സ്ട്രാൻഡ് കാണാനുണ്ട്? എത്ര DNA ഉണ്ട്? ഇപ്പൊ എത്ര DNA ഉണ്ട് ഇവിടെ? 2 DNA ഉണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോ നമ്മുടെ എത്ര DNA ഉള്ളൂ?
തുടങ്ങിയപ്പോൾ ഈ ഒറ്റ DNA. DNA ഉള്ളൂ തുടങ്ങിയപ്പോൾ. ഇത് തുടങ്ങിയപ്പോൾ ഒറ്റ DNA ഉള്ളൂ, പക്ഷെ കഴിഞ്ഞപ്പോൾ 2 DNA ആയി. മനസ്സിലായോ? ഉം. അപ്പൊ ഒന്നിന്റെ ഒരു DNA-യുടെ 2 കോപ്പി അവിടെ ഉണ്ടായില്ലേ? ഉം. പക്ഷെ 2 കോപ്പി പോരാ, നമുക്ക് കുറെ കോപ്പീസ് വേണം, ആണല്ലോ. ഉം. അപ്പൊ കുറെ കോപ്പീസ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഈ 2 എണ്ണത്തിനെ PCR ചെയ്യും. വീണ്ടും ചെയ്യും. അതായത് ഇതിനെ വീണ്ടും ഈ സാധനത്തിനെ വീണ്ടും വളരെ ചെറുതായിട്ട് വളഞ്ഞു. ഓക്കെ, ഇതിനെ വീണ്ടും ഇങ്ങനെ ഈ സൈക്കിളിലൂടെ കടത്തിവിടും. 3 സ്റ്റെപ്പിലൂടെ ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അപ്പൊ 2 എന്നുള്ളത് 4 ആയി മാറിയിട്ടുണ്ടാവും. വീണ്ടും ചെയ്യുമ്പോൾ 4 8 ആവും, 8 16 ആവും. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഡബിൾ ആയി വരും. ഓക്കെ, അങ്ങനെ വെറും 30 സൈക്കിൾസ് 30 ടൈംസ് ചെയ്യും. 30 സൈക്കിൾ ചെയ്യും. ഓക്കെ, എത്ര സൈക്കിളാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങനെ 30 സൈക്കിൾസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കോപ്പി ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഓർ അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ കോപ്പീസ് ഫോം ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് 30 സൈക്കിൾസ് കൊണ്ട്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെഷീൻ വേണം. നമ്മളൊരു മെഷീനിലാണ് ഈ DNA സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നതും പ്രൈമർ ഇട്ട് കൊടുക്കുന്നതും DNA പോളിമേഴ്സ് ഇട്ട് കൊടുക്കുന്നതും ഈ റിക്വയർമെന്റ്സ് ഇട്ട് കൊടുക്കുന്നതും ഈ ഡിനാച്ചുറേഷൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതും ഈ സൈക്കിൾസ് കൊടുക്കുന്നതും ഒക്കെ ഒരു മെഷീന്റെ അകത്താണ്. ആ മെഷീന്റെ പേരാണ്, ആ PCR ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീന്റെ പേരാണ് തെർമൽ സൈക്ലർ. എന്താ പേര്? തെർമൽ സൈക്ലർ എന്ന് പറയുന്ന മെഷീനിലാണ് നമ്മൾ PCR ചെയ്യുക കേട്ടോ. തെർമൽ സൈക്ലർ എന്ന് പറയുന്ന മെഷീനിലാണ് PCR ചെയ്യുക. ഓക്കെ, ഇതാണ് ആ മെഷീന്റെ പേര്. ഓക്കെ, അപ്പൊ കുറെ കോപ്പീസ് ആയില്ലേ? ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് എന്താ, ഈ DNA പോളിമറേസിന്റെ ആക്ടിവിറ്റി വരുന്നത് ഈ സ്റ്റെപ്പ് മുതലാണ്, ആണല്ലോ. DNA പോളിമറേസ് ആക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സൈക്കിൾ നടക്കാൻ, അടുത്ത സൈക്കിളിൽ വീണ്ടും ഡിനാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്തി. ഓക്കെ, ഡിനാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 94 അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ സൈക്കിളിൽ ആഡ് ചെയ്ത DNA പോളിമറേസ് എൻസൈം ഈ ഡിനാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് എന്തായി മാറും? അത് ഉരുകിപ്പോവും. ആ എൻസൈം അങ്ങോട്ട് എന്തായി പോവും? ഡീഗ്രേഡ് ആയി പോവും. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത എൻസൈം കേടൊന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും DNA പോളിമറേസ് ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. വീണ്ടും അടുത്ത സൈക്കിളിൽ 94°C എത്തുമ്പോൾ DNA പോളിമറേസ് എൻസൈം കേട് വരും, നാശമാവും. അപ്പൊ നമ്മൾ വീണ്ടും DNA പോളിമറേസ് ആഡ് ചെയ്യണം എക്സ്റ്റൻഷന് മുമ്പായിട്ട്. അങ്ങനെ എത്ര തവണ ഈ സൈക്കിൾ ചെയ്യുന്നു അത്രയും തവണ നമുക്ക് DNA പോളിമറേസ് എൻസൈം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഭയങ്കര ചെലവേറിയ പ്രോസസ്സാണ്, ആണല്ലോ. അപ്പൊ സയന്റിസ്റ്റുകൾ തീരുമാനിച്ചു നമുക്ക് എന്ത് വേണം, നമുക്ക് എത്ര ചൂടേറ്റാലും കേടുവരാത്ത ഉരുകാത്ത ഒരു എൻസൈം വേണമെന്ന് ആലോചന വന്നു. അങ്ങനെ അവരൊരു എത്ര ചൂടേറ്റാലും ഉരുകാത്ത ഒരു തെർമോ സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറേസ് എൻസൈം കണ്ടുപിടിച്ചു. തെർമോ സ്റ്റേബിൾ DNA പോളിമറേസ് കണ്ടുപിടിച്ചു. ഓക്കെ, ആ തെർമോ സ്റ്റേബിൾ DNA പോളിമറേസിന്റെ പേരാണ് ടാക് പോളിമറേസ്. എന്താ പേര്? ടാക് പോളിമറേസ്. ഒറ്റ തവണ ആഡ് ചെയ്താൽ മതി, എത്ര സൈക്കിൾ വേണമെങ്കിലും നടക്കും. കാരണം തെർമോ സ്റ്റേബിൾ ആണ്, ടാക് പോളിമറേസ് ആണ്. ഈ എൻസൈം എടുത്തത് ഏത് ബാക്ടീരിയ എന്നാണ്? ഫ്രം തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ PCR. ഓക്കെ, ഇനി എക്സ്ട്രാ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തെർമൽ സൈക്ലർ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത് ക്യാരി മുള്ളിസ് ആണ് കേട്ടോ. ഓക്കെ, ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ക്യാരി മുള്ളിസ് ആണ്. ഇത്രേ ഉള്ളൂ PCR കഴിഞ്ഞു.